സിഗരറ്റിന് നൽകുന്നത് പോലുള്ള മുന്നറിയിപ്പ്. മധുര എണ്ണ പലഹാരങ്ങളും റെഡ് ലിസ്റ്റിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കാരണം ഇത് കുറച്ച് മുമ്പ് നേരത്തെ വരേണ്ട ഒരു നിയമം തന്നെയാണ്. പക്ഷെ നമ്മളൊരു സിഗരറ്റ് പോലെ ഇതും ലഹരി വസ്തുവായിട്ട് എണ്ണപ്പലഹാരങ്ങളെ കണക്കാക്കുന്നില്ലെങ്കിലും വളരെ അപകടകാരി തന്നെയാണ്. കാരണം കൊളസ്ട്രോള്, ഷുഗർ, അതുപോലെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ എണ്ണപ്പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് റെഡ് ലിസ്റ്റിലിട്ട ഒരു നല്ല നടപടിയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ പുകയില, മദ്യം ഇതൊക്കെ കാണുമ്പോഴും അപകടകാരിയാണ്. അതിനേക്കാൾ അത്ര അപകടകാരി ഇല്ലെങ്കിലും ഈ എണ്ണപ്പലഹാരങ്ങൾ ഒരു വിധം പറഞ്ഞാൽ ഭയങ്കര അപകടകാരി തന്നെയാണ്. ഒരുപാട് പയ്യെ നമ്മൾ കൊല്ലുന്നോണ്ടിരിക്കുകയാണ്. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കൊക്കെ അതായത് കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു പിടി കൂടിപ്പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. അപ്പോൾ അത് കഴിക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുക, അത്രയേ ഉള്ളൂ. ലിമിറ്റ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. എല്ലാ ദിവസവും മധുരം കഴിക്കണം എന്നല്ല. ചില മധുരം ഒരുപാട് കഴിച്ചാൽ നമുക്ക് ഇതുപോലെ കൊളസ്ട്രോൾ കൂടാനും അധികം മധുരം കഴിച്ച് പ്രായക്കൂടുതൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ചില റീൽസൊക്കെ കാണാറുണ്ട്. സാരി അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രായം കൂടുമെന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളമാണെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്ര കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും മധുരം കഴിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. മധുരമൊക്കെ നമുക്ക് കഴിക്കാൻ വലിയ ആഘോഷം കഴിക്കാം. അത് ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് കഴിച്ചാൽ മതിയാവും. ബാക്കിയൊരു കുറച്ച് ദിവസങ്ങളിൽ ഇടവിട്ട് കഴിക്കുന്നതാണ് നല്ലത്.